എന്താ പയ്യന്റെ പേര്? ഏത് പയ്യൻ? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ. അമ്മ ഇതൊന്നും കുടിച്ചേ, വെറുതെ ഓരോന്നും. വെറുതെ ഒന്നുമല്ല, കാര്യം ഉണ്ടായിട്ട് തന്നെയാ. നവീനെന്നല്ലേ? അത് തന്നെ. നിനക്കെന്താ പേര് പറയാനൊരു മടി? പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. സ്ത്രീകള് ഭർത്താവിന്റെ പേര് പറയാൻ പാടില്ല. അവിടുത്തെ ആള്, കുട്ടികളുടെ അച്ഛൻ, മൂപ്പര്, അങ്ങനെയൊക്കെയാ പറയ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനല്ലല്ലോ. നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിരിക്കുന്ന മട്ടില്ല. ആ, എന്നോട് പറഞ്ഞത് അതുപോലൊക്കെ തന്നെയാ. നിനക്കെന്താ ഇഷ്ടക്കുറവ് വല്ലതും ഉണ്ടോ? ഷോ, എന്റെ അമ്മേ, വലിയ വലിയ ആൾക്കാരൊക്കെ നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അമ്മ ഇതൊക്കെ കേട്ട് വായും പൊളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓ, വേറൊന്നും കൊണ്ടല്ല മോളെ. നിനക്കും അത് മനസ്സിൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ, അവര് പണവോ പണ്ടവോ ഒന്നും ചോദിച്ചില്ലെങ്കില്, എനിക്കെന്തേലും സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കല്യാണം നടന്നാൽ കൊള്ളാന്നുണ്ട് അമ്മയ്ക്ക്. ശരി, അവര് വന്ന് കുറെ സ്വർണവും പണമൊക്കെ ചോദിച്ചാലോ? പിന്നെ അമ്മയ്ക്ക് അത് ആലോചിച്ചിട്ട് നേറാം. അതിനു വേണ്ടിയല്ലേ? അങ്ങനെ ചോദിക്കുവോ? ഏയ് ഇല്ല, അവരെ കണ്ടിട്ട് അങ്ങനൊന്നും തോന്നുന്നില്ല. അതെ, നമ്മളിപ്പൊ ആലോചിക്കേണ്ടത് അമ്മയുടെ അസുഖം ശരിക്കും മാറിയിട്ട് അമ്മ നല്ലതുപോലെ നടക്കുന്നതിനെ കുറിച്ചാ. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് സൗകര്യം പോലെ ഇരുന്നിട്ട് കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കാന്നേ. ഞാൻ ഇവിടെയാണെന്ന് ആ ചെക്കൻ അറിയോ? ഇല്ല. എന്താ? അല്ല, ഞാൻ ആശുപത്രി കിടക്കുന്നെന്ന് അറിഞ്ഞാല് എന്തായാലും ഒന്ന് വന്ന് അന്വേഷിക്കണമെന്ന് തോന്നുമല്ലോ. അപ്പോ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ സംസാരിക്കാം. അമ്മ ഇതിപ്പോ നിർത്താൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഭേദമായി നാട്ടിലെത്തുന്നതിന് മുന്നേ ഈ കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല.